ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീൻ ടൈം ഡിലൈറ്റ് ബൈ മേഘ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ആമ്പല് നടാനാണ് ഇന്നത്തെ എന്റെ മെയിൻ പ്ലാന്. സോ നമുക്ക് നോക്കാം ആമ്പല് നടുന്ന രീതി എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഹാങ്ങിങ് പോട്ടിൽ നടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഭയങ്കര കാറ്റും മഴയും വരാൻ പോവുകയാണ്. നല്ല കാറ്റുണ്ട്, ഭയങ്കര കാറ്റ്. അതാ എന്റെ സിംബു ഇവിടെ ഇങ്ങനെ കളിക്കുവാണ്, എന്റെ കൂട്ടത്തിൽ തന്നെ അവന് നടക്കുവാണ്. അതിനുശേഷം ഇതാ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ നല്ല ഇടി മിന്നലോടും കൂടിയിട്ടുള്ള മഴ വരാൻ പോവുകയാണ്. അപ്പൊ ഞാനെന്നാ തുടങ്ങുമ്പോഴത്തേക്ക് ഇതാണ്ട് മഴയും പെയ്തു കഴിഞ്ഞു, നല്ല മഴയും പെയ്തു. അപ്പം ഈ മഴയത്ത് ഈ ഗാർഡനിങ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല ശുഭമുഹൂർത്തത്തിൽ തന്നെയാണ് മഴ പെയ്തത്. അപ്പം മഴ പെയ്തപ്പോൾ ഞാൻ ഷീറ്റിന്റെ അടിയിൽ ഇരുന്ന ചെടിയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു. അത് വെളിയിൽ വെച്ച് അപ്പം മഴ നനഞ്ഞോളുമല്ലോ ഇരുന്ന്. അങ്ങനെ കുറെ ചെടികളുണ്ടായിരുന്നു. ആ ചെടികളെല്ലാം എടുത്ത് മഴയത്ത് വെച്ചു. അങ്ങനെ അത് മഴ നനയുവാണ്. എൻ്റെ ഗാർഡൻ ഫുള്ള് മഴ നനയുമ്പോഴുള്ള വീഡിയോസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നല്ല മഴയായിരുന്നു. ഇപ്പൊ ഉച്ച കഴിഞ്ഞ് എപ്പോഴും മഴയാണല്ലോ. സോ അങ്ങനെ ഞാൻ എന്നാ ഓർത്തു ഇതൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്താലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് പുതിയ പുതിയ ചെടികളെല്ലാം വെക്കാന്നും അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പൊ എന്നാ ഞാൻ ഓർത്തു ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാമെന്ന് ഓർത്തു. അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്താണ്. ആമ്പല് നടാൻ വേണ്ടി പോവുകയാണ്. എന്തോ ഭാഗ്യത്തിനാണ് എനിക്ക് ആമ്പല് തിരിച്ചു കിട്ടിയത്. കാരണം അവന്റെ കണ്ണിപ്പെട്ടവൻ എടുത്തോണ്ട് പോകാൻ തുടങ്ങിയതാണ്. ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ ആമ്പല് നടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ടബാണ് എടുത്തത്. അപ്പം ആ ടബിനാണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ അടി പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ സെലോ ടേപ്പ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ മുകളില് ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണ് വിരിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മണ്ണ് വിരിച്ചതിന് ശേഷം ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ആമ്പല് നടുന്നത്. സോ ഫുള്ള് നമ്മൾ ഒരു ടബിന്റെ ഒരു ഏറ്റവും ഫസ്റ്റ് പോർഷൻ വരെ നമ്മൾ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചാണ് ആമ്പല് നടുന്നത്. അപ്പം ആദ്യം മണ്ണിട്ടിട്ട് പിന്നെ ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് നടക്കുവാണ്, ചെടി നടുന്നതിന്റെ ഇടയ്ക്ക്. അങ്ങനെ ഫസ്റ്റ് ഞാൻ കുറച്ച് മണ്ണ് മിക്സ് ചെയ്തു. ഇനി ഇതിന്റെ പുറത്ത് ചാണകപ്പൊടി മിക്സ് ചെയ്യണം. ആ ടബിന്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യണം. അതിനുശേഷം ഞാൻ ചാണകപ്പൊടി നിറച്ചു. ആ മണ്ണിന് മുകളിൽ ഞാൻ ചാണകപ്പൊടി നിറച്ചു. ചുറ്റും ഞാൻ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് മണ്ണൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് വേണം ആമ്പല് നടാന്. അങ്ങനെ ഞാൻ ഒരു കറക്റ്റ് പ്ലേസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആമ്പല് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് മണ്ണിട്ട് നമുക്ക് പിന്നെ എടുത്തോണ്ട് പോകാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടിട്ടിട്ട് നിറയ്ക്കാന്ന് വെച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ മണ്ണ് നിറച്ചു, അതിന്റെ കൂട്ടത്തിൽ വെള്ളവും തന്നെ ഒഴിച്ച് ഫുള്ള് നിറച്ചിട്ടുണ്ട്. ഇനി ആമ്പല് നട്ടാൽ മതി. ആ വെള്ളം ഒന്ന് സെറ്റ് ആവുന്നിടം വരെ നമുക്ക് അടുത്ത വേറെ പണി ചെയ്യാനുണ്ട്. അപ്പം ഈ വെള്ളം ഇരുന്നൊന്ന് സെറ്റ് ആവണം, നന്നായിട്ട് ഒന്ന് അരിഞ്ഞിറങ്ങും. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് പൊടിയെല്ലാം മാറ്റി ഒന്ന് അരിച്ചെടുത്ത് ആ മണ്ടയ്ക്ക് കിടന്ന പൊടിയൊക്കെ ഒന്ന് അരിച്ചെടുത്തതാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞോട്ട് ഞാൻ 4 ഹാങ്ങിങ് പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഹാങ്ങിങ് പോട്ടിലേക്ക് ചെടി നടാൻ പോവാനാണ് എന്റെ അടുത്ത പ്ലാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കിയേക്കുവാണ്. അത് മണ്ണും ചാണകപ്പൊടിയുമാണ്. അതിൻ്റെ അകത്ത് നടാൻ വേണ്ടിയിട്ട് ഞാൻ മണി പ്ലാന്റിന്റെ പോത്തോസിന്റെ വെറൈറ്റീസ് ആണ് 2 എണ്ണം വാങ്ങിച്ചിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് രണ്ടും നമുക്ക് നടാം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലാന്റ് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അത് ഇപ്പൊ കാണിക്കുന്ന പ്ലാന്റ് ഞാൻ വേറെ നടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, ഹാങ്ങിങ് പോട്ടിൽ നടാനല്ല. സോ അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സ് നമുക്ക് ഈ പോട്ടിലേക്ക് നമുക്ക് മണ്ണ് നിറയ്ക്കാം. അങ്ങനെ ഞാൻ മണ്ണ് നിറച്ചു. 4 പോട്ടിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. മണ്ണ് നിറച്ചതിന് ശേഷം ഞാനിപ്പോ ചെടി നടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാൻ ഒരു മണി പ്ലാന്റ് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് 2 പോട്ടിലായിട്ട് ഞാൻ വെക്കുകയാണ്. ഒരെണ്ണത്തിൽ വെച്ചു. പിന്നെ അടുത്തതിലേക്ക് ഇത് നടാൻ പോവുകയാണ്. മണ്ണൊന്ന് മാറ്റി ജസ്റ്റ് ഞാൻ ചാണകപ്പൊടിയും മണ്ണും കൂടെ ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മാറ്റി അതൊന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ മറ്റേത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതിൽ നടാൻ പോവുകയാണ്, ഒന്ന് കട്ട് ചെയ്തത് മറ്റേതിൽ നടാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ ഹാങ്ങിങ് പോട്ട് 4 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ മണ്ണ് മാറ്റി അത് 4 ഞാനത് വെച്ചു.
അങ്ങനെ എൻ്റെ 4 ഹാങ്ങിങ് ബോട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും വേണ്ട മണ്ണൊക്കെ ഞാൻ ആമ്പല് നട്ടു. എന്തോ ഇലകളൊന്നും മണ്ടയ്ക്കോട്ട് പൊങ്ങി നിൽക്കുന്നില്ല, എന്താന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നാളെ ഇന്നൊരു ദിവസം നമുക്ക് നോക്കാം സെറ്റാക്കി. അങ്ങനത്തെ ഹാങ്ങിങ് പോട്ട് ഞാൻ ഹാങ് ചെയ്തു. പിന്നെ ഇതൊക്കെ എന്നാ ഞാനൊന്ന് പ്രൂൺ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് വന്നിട്ട് ഞാൻ മഴയല്ലേ, ഇനിയിപ്പോ അങ്ങ് പൊട്ടിക്കിളത്തോളുമല്ലോ, അതുകൊണ്ട് നമുക്കിതാ ഇത് ഞാനിപ്പോ കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്ത് ഞാൻ പ്രൂൺ ചെയ്യാൻ പോവാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു പോട്ടിലാക്കിയാൽ അത് അവിടെ ഇരുന്ന് വളർന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചോളും നമുക്ക്. അങ്ങനത്തെ അത് 2 എണ്ണം ഞാൻ 2 പോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മുമ്പേ കാണിച്ച ചെടി ഞാൻ അതിൽ നിന്ന് എനിക്ക് ഒരു തൈയും കൂടെ കിട്ടി. അത് ഞാൻ 2 പോട്ടിലാക്കി. അങ്ങനെ അത് 2 പോട്ടിലാക്കി. ഇനിയും ഇതെല്ലാം ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുവാണ്. ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ രാവിലെ കാണിച്ചു തരാം. രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ കണ്ട വ്യൂ ആണിത്. ഫുള്ള് മഞ്ഞ മൂടി, ഫുൾ അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാന്. അങ്ങനെ ഞാൻ ഫുള്ള് അറേഞ്ച് ചെയ്തു. ഇന്നലെ വൈകിട്ട് കണ്ട പോലെ അല്ല, ഇന്ന് രാവിലെ ഫുള്ള് ഞാൻ ഗാർഡൻ ഫുള്ള് അറേഞ്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അപ്പുറത്ത് നിന്ന് ചെടിയൊക്കെ ഇപ്പുറത്ത് കൊണ്ടുവച്ചു. ഇന്നലെ നട്ടതെല്ലാം ഞാൻ കൊണ്ടുവന്ന് നമ്മുടെ ഗാർഡൻ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ ആമ്പലിന്റെ ഇത് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ആ ഫുള്ള് ഒഴിച്ച വെള്ളം എല്ലാം അതിൽ കൂടെ പൊട്ടിയിൽ കൂടെ എല്ലാം കംപ്ലീറ്റ് പോയിട്ട് ലാസ്റ്റ് വന്നപ്പോൾ മണ്ണ് മാത്രമേ ഉള്ളായിരുന്നു. അതിനി എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം ഞാൻ കുറച്ച് ചെടി വെച്ചു. അങ്ങനെ കംപ്ലീറ്റ്ലി റീഅറേഞ്ച് ചെയ്തതാണ്ട് അവിടെ കുറച്ച് ചെടി വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് ചെടി മാറ്റി മാറ്റി വെച്ച് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് ഒരു പോർഷൻ, ഇത് വീടിന്റെ ലെഫ്റ്റ് സൈഡ്. ഇനി റൈറ്റ് സൈഡ് കാണിച്ചു തരാം. ഇവിടെയും കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെടികള്. ആ ഒരു സൈഡ് ഫുൾ കംപ്ലീറ്റ് ചെടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ്ലി ഇതാണ്ട് ആ ഒരു സൈഡ് ഫുള്ള് ചെടി വെച്ചേക്കുവാണ്. അങ്ങനെ ഗാർഡൻ ഫുള്ള് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എടുത്തു. അപ്പം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇന്നലെ നട്ട ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. 4 പോട്ടായിരുന്നു. അത് ഞാൻ 2 പോട്ട് ഒരു സൈഡിലും 2 പോട്ട് മറ്റേ സൈഡിലുമായിട്ട് 2 സൈഡിലായിട്ട് ഇട്ടു. മണി പ്ലാന്റിന്റെ വെറൈറ്റീസ് തന്നെയാണ്. ഇന്നലെ കണ്ണാണല്ലോ വീഡിയോസിൽ ആദ്യം. അങ്ങനെ 2 സൈഡിലാക്കി ഇട്ടു. അങ്ങനെ എൻ്റെ ഗാർഡന്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. സോ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അതുവരെ താങ്ക് യു, ബൈ.